ഇന്ന് റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യാൻ ഇന്ന് റോബോട്ടിക് അസിസ്റ്റഡ് ഡിവൈസ് നമ്മളെ സഹായിക്കും. ആദ്യമായി റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സർജറി ചെയ്യേണ്ട വ്യക്തിയുടെ എക്സ്റേ, മുട്ടിൻ്റെ എക്സ്റേയിൽ ഒരു അവലോകനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രീ ഓപ്പറേറ്റീവ് എവാലുവേഷൻ എന്ന് വേണേൽ പറയാം. അതിനുശേഷം നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. എസെപ്റ്റീവ് പ്രിക്കോഷൻസ് സർജൻസിൻ്റെ സൈഡിൽ നിന്നും പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്നും നമ്മൾ നടത്തുക. റോബോട്ടിക് ഡിവൈസസ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. കൺവെൻഷണൽ നീ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ നീ ഇൻസിഷനിലിട്ട് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റിംഗ് അറേസ് എന്ന് പറയും. ടിബിയയിലും ഫിമറിലും ഘടിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ നീയുടെ ബാലൻസ് അസസ് ചെയ്യുന്നു. നമുക്ക് എന്തുമാത്രം ലാക്സിറ്റി ഉണ്ട്, പിന്നെ ബോണിൻ്റെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് റോബോട്ടിനെ അതിനെ നമ്മുടെ നീയുടെ കുറിച്ച് പഠിപ്പിക്കുന്നു. എന്നിട്ട് അത് റോബോട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഇംപ്ലാന്റ് ഡിസൈൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റിൻ്റെ സൈസും ഇതൊക്കെ. എന്നിട്ട് അതനുസരിച്ച് ഫീമർ ബോണും ടിബിയൽ ബോണും പല ആംഗിളിൽ കട്ട് ചെയ്യുകയാണ്. അതിന് റോബോട്ടിക് സോ നമ്മളെ സഹായിക്കും. അതിൻ്റെ പ്ലെയിനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമുക്കത് കട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് റോബോട്ടിക് നീ അസിസ്റ്റഡ് നീ സർജറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രീ ഓപ്പറേറ്റീവ്ലി ഏതൊരു ഇംപ്ലാന്റ് ആണ് എന്ന് തീരുമാനിക്കാനും റോബോട്ടിക് അസിസ്റ്റഡ് സിസ്റ്റത്തിലൂടെ സഹായിക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ട്രയൽ ഇംപ്ലാന്റ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ട്രയൽ ഇംപ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷവും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്തുമാത്രം ലിഗമെൻറ്റ് ബാലൻസിങ് നമുക്ക് ചെയ്യാൻ സാധിച്ചു, കറക്റ്റായിട്ടുള്ളൊരു ഇംപ്ലാന്റ് ആണോ ഇതിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഈ പേഷ്യൻറ്റിന് എക്സ്റേയിൽ വളരെ കൃത്യതയോടുകൂടിയും ഇംപ്ലാന്റ് ഫിക്സേഷൻ സാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.